നമസ്കാരം. ഇന്ന് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ പ്രസന്റേഷൻ സ്കിൽസ് എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. ഫലപ്രദമായി പ്രസന്റേഷൻ സ്കിൽസ് പാലിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. സ്കിൽ ഓഫ് യൂസിംഗ് chalkboard. ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ചോക്ക് ബോർഡ് ഇത് ട്രെയിനീസിന് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ഇത് അവരുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ മെമ്മറി പവർ സ്ട്രോങ് ആകാൻ ഇത് സഹായിക്കുന്നു. ചോക്ക് ബോർഡ് ഉപയോഗിക്കുന്നതിനെ ചോക്ക് ബോർഡ് സ്കിൽ എന്ന് വിളിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ചോക്ക് ബോർഡ് എന്താണെന്ന് നോക്കാം. ക്ലാരിറ്റി, മോട്ടിവേഷൻ, വോളിസ്റ്റിക് പിക്ചർ ആൻഡ് വെറൈറ്റി. കോമ്പോണൻറ്റ്സ്. ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ജുഡീഷ്യസ് യൂസ്, accuracy, checking the condition, check the lighting, checking cleaning, chalk, duster, use of pointer, pressing the chalk, to speak while writing, not to cover, erasing. Skill of closer. ഇത് സെറ്റ് ഇന്റൻഷന്റെ കോംപ്ലിമെന്ററി ആണ്. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ലെസന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ട്രെയിനറിലൂടെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിന്റെ ഒപ്പം ഇത് നിങ്ങൾ ചേർത്ത് പഠിക്കണം. അതായത് നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടാവണം എന്നല്ല പറയുന്നത്. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ കവർ ചെയ്താലേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയൂ. കോമ്പോണൻറ്റ്സ് ഓഫ് ടീച്ചിങ് സ്കിൽസ്. ഇതിൽ ടീച്ചറിന്റെ സ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റും. അദ്ദേഹം പഠിപ്പിക്കുന്ന രീതിയും പാഠമെടുക്കുന്ന രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ സ്കിൽ എന്താണെന്ന്. ഇതിൽ 3 കോമ്പണൻറ്റ്സ് ആണ് ഉള്ളത്. പെർസ്പെഷൻ. ഒരു ട്രെയിനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഡയഗ്രാം വരച്ച് കാണിക്കണം. കോഗ്നിഷൻ. ഇതിൽ നിങ്ങളുടെ തിങ്കിങ്ങിനും എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ടീച്ചർ എന്തൊക്കെ അറിയാമെന്ന് മനസ്സിലാകും. ആക്ഷൻ. സബ്ജക്ട് മനസ്സിലാക്കി കൊടുക്കാനായി ടീച്ചറിന്റെ അടുത്ത് ഒരു സ്കിൽ ഉണ്ടാകും, അതായത് ആക്ഷനിൽ കൂടി പഠിപ്പിക്കുന്നത്. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് എ ലെസൺ ഓർ സെറ്റ് ഇൻഡക്ഷൻ. ഒരു ലെസൺ പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റുഡന്റുമായി ഇൻവോൾവ് ആകണം. അവരുടെ അറ്റൻഷൻ പിടിച്ചുപറ്റണം. മാത്രമല്ല പ്രധാനമായ കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ലെസൺ നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യുന്ന രീതിയിലാണ് ആ ലെസണിന് ഒരു അറ്റൻഷൻ കിട്ടൂ. പുതിയ ലെസൺ പഠിക്കാനുള്ള ആഗ്രഹം തോന്നൂ. കോമ്പോണൻറ്റ്സ്. എ. ടീച്ചറിന് ഒരു സബ്ജക്ട് എത്ര അറിയുന്നോ ആ മാക്സിമം നോളേജ് അവർ ഉപയോഗിക്കണം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെസൺ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചില്ലേ? അതാണ് ലെസൺ പ്ലാൻ. ഇന്നത്തെ ടോപ്പിക് ഡെമോൺസ്ട്രേഷൻ പ്ലാൻ ചെയ്യുന്നതാണ്. ബി. ജനറൽ അവയർനെസ്. സി. കൂടുതൽ മനസ്സിലാക്കാനായി ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ടാവണം. ഡി. പഴയ സബ്ജക്റ്റിനെ പുതിയ സബ്ജക്റ്റുമായി കണക്ട് ചെയ്യുക. ഇ. ക്രിയേറ്റിംഗ് സിറ്റുവേഷൻസ്. ശരിയായ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: ക്വസ്റ്റ്യനിങ്, ലെക്ചറിംഗ്, ഓഡിയോ വിഷ്വൽ ആഡ്സ്, ഡെമോൺസ്ട്രേഷൻ, പിന്നെ റോൾ പ്ലേയിങ്. ബി. അക്കോർഡിംഗ് ടു മെച്യൂരിറ്റി ലെവൽ. മെയിൻ്റനൻസ് ഓഫ് കണ്ടിന്യൂറ്റി. എ സീക്വൻസ് ഓഫ് ഐഡിയാസ്. ലോജിക്കൽ. റിലേറ്റഡ് ടു സ്റ്റുഡൻസ് റെസ്പോൺസ്. ലിങ്ക്ഡ് വിത്ത് ടീച്ചേഴ്സ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റുഡൻസുമായിട്ട് ജോലിയായി സംസാരിക്കുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കണം. ആദ്യം പഠിപ്പിച്ച ലെസൺ റിവ്യൂ ചെയ്യണം. പഴയ എക്സ്പീരിയൻസ് എല്ലാം ഉപയോഗിക്കണം. നമുക്കായി ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം. പഠിപ്പിക്കുന്ന ലെസൺസിന്റെ ഉദ്ദേശം, ലെസന്റെ ഇമ്പോർട്ടൻസ്, ഇതിനെക്കുറിച്ചൊക്കെ പറയണം. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അവരെ അതിശയിപ്പിക്കണം. കഥകൾ പറഞ്ഞു കൊടുക്കണം. ഇൻട്രസ്റ്റ് കാണിക്കണം. സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഈവൻസുമായോ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളുമായോ കണക്ട് ചെയ്ത് സംസാരിക്കണം. ക്ലാസ് നടക്കുന്ന സമയത്ത് ഇതും ഒരു തരത്തിലുള്ള ടെക്നിക്കാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് കുറച്ചും കൂടി ഡീപ്പാക്കുന്നു. പഠിപ്പിച്ച കാര്യങ്ങൾ തിരിച്ചു പറയാനുള്ള കഴിവുണ്ടാവണം. അല്ലെങ്കിൽ ഡിസ്കഷനിൽ കൂടി ആ സബ്ജക്റ്റ് ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാം തമ്മിൽ കണക്ട് ചെയ്യണം. അതിനെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ആക്കി കാണിക്കണം. കോമ്പണൻറ്റ്സ് ഓഫ് എക്സ്പ്ലെയിനിങ് സ്കിൽ. ഡിസൈറബിൾ ബിഹേവിയർ. ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റ്. കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ്. യൂസ് ഓഫ് എക്സ്പ്ലെയിനിങ് ലിങ്ക്സ്. ടെക്നിക്കൽ ഡയഗ്രാംസ് ഉപയോഗിക്കാം. പഠിപ്പിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അവർക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. Undesirable behaviours. Irrelevant statements. Lack of continuity. Lack of fluency. Vague words and phrases. Desirable behaviours. Introductory statement. ലേണേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറണം. ലെസൺസ് മനസ്സിലാക്കാനായി എക്സാമ്പിൾസ് പറയണം.
അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ്. അവസാനം എല്ലാം ഒരു സമ്മറിയാക്കണം. പിക്ചർ കാണിച്ചു കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്യണം. ഡയഗ്രാം വരച്ചും മനസ്സിലാക്കി കൊടുക്കാം. യൂസ് ഓഫ് എക്സ്പ്ലൈനിങ് ലിങ്ക്സ്. Certain linking words and phrases. Bringing continuity in statements. Generally conjunctions or prepositions, etc. As a result of, because, hence, therefore, etc. Use of visual techniques. ഒരു പിക്ചർ 10,000 വാക്കുകൾ പറയുന്നതിന് സമമാണ്. Chalkboard, chart, model, pictures, etc. Technical words defined. Properly defined. If not, explanation become difficult. Interesting to students. Present situation example ആയി പറയാം. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഉപയോഗിക്കാം. ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷനിലൂടെ പഠിപ്പിക്കാം. ടെസ്റ്റിംഗ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിംഗ്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കണം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കണം. Undesirable behaviour. Irrelevant statements. സബ്ജക്റ്റുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങളെ കൺഫ്യൂസ് ആക്കും, നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ആക്കും. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ടീച്ചിംഗ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ്. തിയറിക്കായി നിങ്ങൾ ശരിയായ ഫോർമാറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രാക്ടിക്കലിന് വേണ്ടി ഡെമോ പ്ലാനും ഉണ്ടാകണം. അത് വളരെ അത്യാവശ്യമാണ്. തുടക്കം എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നന്നായിരിക്കണം. ആവശ്യമായ ടൂൾസോ മെറ്റീരിയൽസോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സബ്ജക്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ബോർഡിൽ എഴുതണം. ആ ലെസൺ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. പഴയ ലെസൺസ് ഓർമ്മിക്കാൻ സഹായിക്കണം. പുതിയ ലെസണുമായി അത് ലിങ്ക് ചെയ്യണം. ട്രെയിനീസിന് കൂടുതൽ പഠിക്കാനായി മോട്ടിവേറ്റ് ചെയ്യണം. ലെസൺസിന്റെ ഒപ്പം തന്നെ എക്സാമ്പിളും പറഞ്ഞു കൊടുക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം. എബിലിറ്റി ഓഫ് വോയിസ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ട്രെയിനീസുമായി ഐ കോണ്ടാക്ട് എപ്പോഴും ഉണ്ടാവണം. ബോർഡിൽ ക്ലിയർ ആയിട്ട് എഴുതണം. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കളർ ചോക്ക് അല്ലെങ്കിൽ പെൻ ഇതൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കൂ. ബോർഡ് ക്ലീൻ ചെയ്യാൻ ഡസ്റ്റർ യൂസ് ചെയ്യൂ. ആവശ്യമുള്ള സമയത്ത് പോയിന്റർ യൂസ് ചെയ്യാം. പോയിന്റർ ഷേക്ക് ആവരുത്. കൃത്യമായ സമയത്ത് സ്റ്റുഡൻസിന്റെ വിഷ്വൽ കാണിച്ചു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സ്ട്രെസ് ചെയ്ത് പറയണം. ഓപ്പറേഷൻസ് റിപ്പീറ്റ് ചെയ്യണം. ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ സേഫ് ആയിരിക്കണം. പഠിപ്പിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. റിവൈസ്, റിവാർഡ് ആൻഡ് റിപ്പീറ്റ് ദ ആൻസർ. സബ്ജക്ട്സ് ബന്ധപ്പെട്ട റെഫറൻസ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു കൊടുക്കുക. കൃത്യസമയത്ത് ലെസൺസ് തീർക്കണം. ടീച്ചിംഗ് പ്രോസസ് എക്സ്റ്റെൻഡ് ചെയ്യൂ. അടുത്ത ലെസൺ എന്തായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കൂ. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.